നാം എല്ലാവരും ഒന്നിരിക്കൽ തൊഴിലാളിയോ മുതലാളിയോ ആയിരിക്കും. മറ്റൊരാളുടെ കീഴിൽ തൊഴിലെടുക്കുന്നവരോ ആ തൊഴിലെടുക്കുന്നവരുടെ കീഴിൽ തന്നെ പലപ്പോഴും മറ്റുള്ളവർ തൊഴിലെടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട്. തൊഴിലാളികളായും മുതലാളിമാരായും ജീവിതത്തിൽ പലപ്പോഴായി കഴിഞ്ഞുകൂടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നൊരു തൊഴിലാളി ദിനമായി ലോകം ആചരിക്കുന്ന ദിവസമാണ്. ലേബേഴ്സ് ഡേ ആണ്. മെയ് ദിനം 1 എന്ന് പറയുന്നത് അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. പക്ഷെ വർത്തമാനകാലത്ത് തൊഴിലിടങ്ങളിൽ അടിമത്തം അനുഭവിക്കുന്ന വലിയ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ, ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന ഉത്തർപ്രദേശിൻ്റെ ഭാഗമാകുന്ന നോയിഡയിൽ 10,000-കണക്കിന് തൊഴിലാളികളുടെ സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ തുടർച്ചയായ സമരത്തിൻ്റെ ജ്വാലകൾ യു.പിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കർണാടകയിലെ ഇഞ്ചിത്തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന 18ഓളം തൊഴിലാളികളെയാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പോലീസ് വന്ന് മോചിപ്പിച്ചത്. തമിഴ്നാട്ടിലെ സുമംഗലി എന്ന് പറയുന്ന ഒരു വലിയൊരു പദ്ധതികൾ അവിടുത്തെ ടെക്സ്റ്റൈൽസ് രംഗത്ത് സേവനം ചെയ്യുന്ന മില്ലുടമകൾ നടപ്പാക്കിയൊരു പദ്ധതി കഴിഞ്ഞ അടുത്ത കാലത്താണ് സർക്കാർ അത് നിരോധിച്ചത്. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രധാനമായുള്ള കാരണം? തൊഴിലാളികളെന്ന് പറയുന്നവരുടെ അടിസ്ഥാന വർഗമാകുന്ന ഈ രാജ്യത്തെ ജനവിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് തൊഴിലുകളിൽ വ്യത്യസ്ത തൊഴിലുകളുണ്ട്. വൈറ്റ് കോളർ തൊഴിൽ പലവരും ആഗ്രഹിക്കാറുണ്ട്. അത് നേടിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം കൂടുതലും തൊഴിൽ ഭാരം കുറവുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് ലോകത്തിൻ്റെ മനുഷ്യരുടെ, ഓരോ രാജ്യത്തിൻ്റെ, ഓരോ പ്രദേശത്തിൻ്റെ വികസനം, പുരോഗതി, വളർച്ച, നിലനിൽപ്പ് ഇതെല്ലാം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ഭാരമേറിയ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട കോടാനക്കോടി മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ അധ്വാനത്തിനും അധ്വാനിക്കുന്നവർക്കും വിലയില്ലാത്ത പൂർവകാല പഴയകാല ചരിത്രങ്ങൾ നമുക്കറിയാമെങ്കിൽ അതിന് സമാനമായ അധ്വാനിക്കുന്നവൻ്റെ അധ്വാനത്തിനും അവൻ്റെ വിയർപ്പിനും അവൻ്റെ ത്യാഗത്തിനും അവൻ്റെ തൊഴിലിനും ആ തൊഴിലാളിക്കും പരിഗണന കൊടുക്കാതെ സമ്പാദിച്ചുകൊണ്ട് തടിച്ചു കൊടുത്ത് ഡ്രാക്കുളകളായി മാറുന്ന മുതലാളിമാരെയും ബിസിനസ്സുകാരെയും അതുപോലെ തന്നെ തൊഴിലാളിക്ക് മേലെ ആധിപത്യം പുലർത്തുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കർണാടകയിലെ ആ 18 തൊഴിലാളികളിൽ മലയാളികളുണ്ടായിരുന്നു. മലയാളികളായാലും തമിഴനായാലും കന്നഡക്കാരനായാലും തെലുങ്കുകാരനായാലും ഏത് മനുഷ്യരായാലും തൊഴിലെടുക്കുന്ന മനുഷ്യരുടെ തൊഴിലിന് പരിഗണന കൊടുക്കാത്ത ആധുനിക അടിമത്തത്തിൻ്റെ പ്രതീകമായി തൊഴിൽ മേഖലകളിൽ ഇന്നും മാറിക്കൊണ്ടിരിക്കുമ്പോൾ മെയ് 1 എന്ന തൊഴിലാളികളുടെ ദിനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു തൊഴിലാളിയായാലും മുതലാളിയായാലും അയാളുടെ ലക്ഷ്യം എന്താണ്? പണമാണ് അയാളുടെ ലക്ഷ്യം. പക്ഷെ എന്തിനാണ് പണം, എന്തിനാണ് തൊഴിൽ, എന്തിനാണ് ബിസിനസ് എന്നൊക്കെ പറയുന്നത്? അത് ജീവിക്കാൻ വേണ്ടിയാണ്. മുതലാളിക്ക് മാത്രം ജീവിച്ചാൽ മതിയോ സഹോദര? കാരണം സത്യത്തിൽ ഈ മുതലാളിയുടെ ജീവിതവും മുതലാളിയുടെ വരുമാനവും മുതലാളിയുടെ ലാഭവും എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് അധ്വാനിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ത്യാഗത്തിൻ്റെ മേലെയാണ്. ആ തൊഴിലാളിക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അധ്വാനവും പണവും തൊഴിലും ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജീവിക്കാൻ അവസരം കൊടുക്കാത്ത കാടൻ നിയമങ്ങൾ ഇന്നും നടപ്പാക്കുന്ന പല പ്രദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കർണാടകയിലെ ഇഞ്ചിത്തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ പോലീസ് വന്ന് മോചിപ്പിക്കേണ്ടി വന്നത്? അതിൻ്റെ കാരണം അവർ 16 മണിക്കൂറാണ് തൊഴിലെടുക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം രാത്രി 8 മണി വരെ തൊഴിലെടുക്കുകയാണ്. ആ തൊഴിലാളികൾക്ക് 2 നേരം
രണ്ടു നേരമേ ഭക്ഷണമുള്ളൂ, അത് തന്നെ മാന്യമായ ഭക്ഷണം ലഭിക്കുന്നില്ല, കുടിവെള്ളം ലഭിക്കുന്നില്ല, പ്രാഥമിക കർമ്മം നിർവഹിക്കാനുള്ള സൗകര്യങ്ങളില്ല. തൊഴിലിടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഭാര്യമാരുമായും കുടുംബക്കാരുമായും മക്കളുമായും ബന്ധപ്പെടാനുള്ള ഒരവസരം പോലും നിഷേധിച്ച് അവരുടെ ഫോൺ വാങ്ങിവെച്ച് അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു അതിദാരുണയായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ആ തൊഴിലാളികളെ തൊഴിലിടത്തിൽ നിന്ന് പോലീസ് വന്ന് മോചിപ്പിക്കേണ്ടി വന്നത്. നോയിഡയിലെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന സമരം എന്താണതിന് കാരണം? 12, 13, 14 മണിക്കൂറും തൊഴിലെടുക്കുന്ന ആളുകൾക്ക് 300 രൂപയാണ് കൂലി, അല്ലെങ്കിൽ 350 രൂപയാണ്, ഏറിയാൽ 400 രൂപ. ആ കൂലി തന്നെ സമയബന്ധിതമായി ലഭിക്കാത്തതും അവർക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും തൊഴിലിടങ്ങളിൽ പീഡനം അനുഭവിക്കുന്നവരുമായ തൊഴിലാളികളാണ് സമരത്തിനിറങ്ങിയത്. തമിഴ്നാട്ടിലെ സുമംഗലി പദ്ധതി എന്ന് പറഞ്ഞാൽ ആരെയും ആകർഷിക്കുന്നൊരു പദ്ധതിയാണ്. വിവാഹം കഴിക്കുമ്പോൾ സാലറി ഒന്നിച്ച് നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ തമിഴ്നാട്ടിലെ പാവപ്പെട്ട കൗമാരപ്രായക്കാരികളും അവിവാഹിതകളുമായ യുവതികളാണ് അങ്ങോട്ട് ഒഴുകിയത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരടിമകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, തൊഴിലാളിയുടെയും മുതലാളിയുടെയും ലക്ഷ്യം ജീവിക്കാനാണെങ്കിൽ നോക്കൂ നിങ്ങൾ, 16 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പോലും ജോലിയില്ല, ലീവില്ലത്രേ. ഒരു ദിവസം പോലും ലീവില്ല. ഒരു ദിവസം പോലും ലീവില്ലാത്തവനിക്ക് ഈ അധ്വാനം കൊണ്ടെങ്ങനെ ജീവിക്കാൻ കഴിയുക? അതാ ഞാൻ പറയുന്നത്, അധ്വാനിക്കുന്നത്, പണമുണ്ടാക്കുന്നത് ജീവിക്കാനാണെങ്കിൽ മാന്യമായി ആഴ്ചയിൽ ഒരു ദിവസമോ 1.5 ദിവസമോ അവർക്ക് വിശ്രമം കൊടുക്കുന്ന തൊഴിൽ സംവിധാനമാണ് ലോകത്ത് ആവശ്യമുള്ളത്. അതുപോലും നിഷേധിക്കപ്പെടുന്ന കാലത്ത്, ഇന്നും പുതിയ കാലത്തും നമുക്കത് കേൾക്കാനിടയാകുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മൾ മനസ്സിലാക്കണം, മെയ് ദിനം എന്ന് പറയുന്ന തൊഴിലാളി ഡേ എന്ന ഈ ഡേക്കൊരു പശ്ചാത്തലമുണ്ട്. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ ഒരു സമരമുണ്ടായി തൊഴിലാളികളുടെ. എന്തായിരുന്നു ആ സമരത്തിൻ്റെ മുദ്രാവാക്യം? 8 മണിക്കൂർ തൊഴിലിന് കൂലി എന്നുള്ളതാണ്, ജോലിക്ക് കൂലി എന്നതായിരുന്നു മുദ്രാവാക്യം. ആ സമരത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അന്നു മുതൽ ലോകത്ത് മുഴുവനും മെയ് 1-ാം തീയതി തൊഴിലാളികളുടെ ദിനാചരണം നടക്കുന്നതെങ്കിൽ, തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടുള്ള സമരങ്ങളും സംവാദങ്ങളും നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷമെന്ന് പറഞ്ഞാൽ എത്ര കാലം അപ്പുറത്താണ്, അടിമത്ത സമ്പ്രദായം സമൂഹത്തിൽ വ്യാപകമായിരുന്ന ഒരു കാലത്താണ് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് തൊഴിലാളികൾ ഓരോ മെയ് ദിനത്തിലും അല്ലാത്ത സമയത്തും തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ, അവരാഗ്രഹിക്കുന്ന മുദ്രാവാക്യമാണ് മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ അന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അവരാഗ്രഹിക്കുന്ന തൊഴിലാളിയുടെ വേതനത്തിൻ്റെ കാര്യവും അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യവും അവരഭിമുഖീകരിക്കുന്ന പശ്ചാത്തല പ്രശ്നങ്ങളുടെ കാര്യവുമൊക്കെ ഉറക്കെ വിളിച്ചു പറയാൻ മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നോട്ട് വരികയുണ്ടായി. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, അഅത്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖുഹു, വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് കൂലി കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഇന്ന് തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഒന്നെന്താണ്? അധ്വാനത്തിൻ്റെ വിലയാകുന്ന അധ്വാനിക്കുന്നവൻ്റെ കൂലി കൊടുക്കാൻ മടി കാണിക്കുന്ന മുതലാളിമാരെ കാണാൻ കഴിയും. പണമുണ്ടായിട്ടും അധ്വാനിച്ച തൊഴിലാളിക്ക് അവൻ്റെ വേതനം കൊടുക്കാതെ പണം പിടിച്ചു വെക്കുന്ന മുതലാളിയെക്കുറിച്ച് അൽ മത്തുലുൽ ഗനിയ്യി ദുൽമ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കൊടുക്കാൻ പണമുണ്ട്, കയ്യിൽ പണമുണ്ട്, സാമ്പത്തികമായ എല്ലാ സാഹചര്യമുണ്ട്, എന്നിട്ടും അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ കൂലി പിടിച്ചു വെച്ച് താമസിപ്പിക്കുന്ന മുതലാളി ചെയ്യുന്ന പ്രവർത്തനം അക്രമമാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, 1400 വർഷങ്ങൾക്ക് മുമ്പാണ് തൊഴിലാളിക്ക് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവൻ്റെ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നാളെ പരലോക അള്ളാഹു പറയുകയാണ്, ഖുദ്സിയായ ഹദീസാണ്, നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകൾ തൻ്റെ പ്രതിയോഗികളായിരിക്കും. അവരോട് ഞാൻ
ഞാൻ തർക്കിക്കുന്നവരാണ് അവരോട് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ ആളാരാണ്? റജുലുൻ അഅതാബി സുമ്മ ഗദറ. എൻ്റെ പേരിൽ സത്യം ചെയ്തൊരു വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് പാലിക്കാത്ത മനുഷ്യൻ. അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് വാക്തത്വം ചെയ്യുന്ന ആളുകൾ വാക്ക് പാലിക്കാതിരുന്നാൽ അവർ നാളെ തൻ്റെ പ്രതിയോഗികളായിരിക്കും പരലോകത്തെന്ന് അള്ളാഹു പറയുന്നുണ്ട്. മറ്റൊരാൾ ആരാണ്? വറജുലുൻ ബാഅ ഹുർറൻ ഫഅകല തമനഹു. സ്വതന്ത്രനായ ഒരു മനുഷ്യനെ വിറ്റ് കാശാക്കി അടിമയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ പണം തിന്നുന്ന മനുഷ്യനാണ് മറ്റൊരാൾ. മൂന്നാമത് പറഞ്ഞത് വറജുലുൻ ഇസ്തഅജറൽ അജീറ. ഒരു കൂലിക്ക് പണിക്ക് വരുന്ന ഒരു മനുഷ്യനെ കൂലിക്ക് വേണ്ടി പണിക്ക് വിളിച്ചു, അധ്വാനിക്കുന്ന ഒരാളെ പണിക്ക് വിളിച്ചു. ആ കൂലിപ്പണിക്കാരനായ അധ്വാനിക്കുന്ന തൊഴിലാളി മുതലാളിയുടെ ആഗ്രഹം പോലെ പണിയെടുക്കുകയും ചെയ്തു. എന്നിട്ട് വലം യുഅ്തിഹി അജ്റഹു. അവന്റെ കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ അവനെ നാളെ എൻ്റെ പ്രതിയോഗിയായിരിക്കും, ഞാൻ അവനോട് തർക്കിക്കുമെന്ന് അള്ളാഹു പറയുന്നതായി മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂലി കൊടുക്കുന്നില്ല, മാന്യമായ കൂലി കൊടുക്കുന്നില്ല, തൊഴിലെടുക്കുന്ന ആളുകൾക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ പോലും അവസരം നൽകുന്നില്ല. ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ആഴ്ചയിൽ 1-1.5 ദിവസമോ ഒരു വിശ്രമത്തിന് സമയം കൊടുക്കാത്ത ആളുകളുടെ വിയർപ്പ് ഊറ്റിക്കുടിക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു ഹദീസും കൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകര് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു തൻ്റെ കീഴിലുള്ള ഒരാളോട് ഒരു മോശമായ ഒരു രൂപത്തിൽ പെരുമാറിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകര് പറയുന്നുണ്ട്, ഹും ഇഖ്വാനുക്കും ഖവലക്കും ജഅലഹുമുല്ലാഹു തഹത ഐദീക്കും. നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഈ മനുഷ്യന്മാരുണ്ടല്ലോ, അവര് നിങ്ങളുടെ സഹോദരന്മാരാണ്. അള്ളാഹു നിങ്ങളുടെ അധീനതയിലാക്കി തന്നവരാണ്. ഫമൻ കാന അഖൂഹു തഹത യദിഹി. ഏതെങ്കിലും ഒരു സുഹൃത്ത്, ഒരു മനുഷ്യൻ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ, തൊഴിലെടുക്കേണ്ട അവസ്ഥ വന്നാൽ, സേവനം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ, ഫൽയുത്ഇമുഹു മിമ്മാ യഅ്കുലു. അവൻ തിന്നുന്നത് അവനിക്കും ഭക്ഷിപ്പിക്കണം. വയുൽബിസുഹുമാ മിമ്മാ യൽബിസു. അവൻ ധരിക്കുന്ന അതേ വസ്ത്രം അവനിക്ക് ധരിപ്പിക്കാൻ ശ്രമിക്കണം. വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും. അവർക്ക് താങ്ങാത്തത് അവരോട് കൽപ്പിക്കരുത്. വഇൻ കല്ലഫ്തുമൂഹും ഫഈനൂഹും. പാവപ്പെട്ട നമ്മുടെ കീഴിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളോട് അവർക്ക് സാധിക്കാത്തൊരു കാര്യം, ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അവരോട് കൽപ്പിക്കുമ്പോൾ അവരെ ഒപ്പം നിന്ന് സഹായിച്ചു കൊടുക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മെയ് ദിനം ഒന്നുകൂടെ കടന്നു പോകുമ്പോൾ തൊഴിലാളികൾ ഇന്നും അടിമകളായി ജീവിക്കുന്ന ധാരാളം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ലോകത്തുണ്ടെങ്കിൽ പാവപ്പെട്ട അടിസ്ഥാന വർഗമാകുന്ന ഈ വളരെ ഭാരമേറിയ തൊഴിലെടുക്കുന്ന മനുഷ്യന്മാരാണ് നമുക്ക് റോഡുകൾ സമ്മാനിച്ചത്, നമുക്ക് പാലങ്ങൾ സമ്മാനിച്ചത്, നമുക്ക് വീടുകൾ സമ്മാനിച്ചത്. നമ്മുടെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും വികസനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അവരെ മാറ്റി നിർത്തി എത്ര മുതലാളിമാരുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടി ഓരോ മെയ് ദിനങ്ങളിലും ലോകം ശബ്ദിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി എത്രമാൽ ആ തൊഴിലാളി വർഗത്തോടൊപ്പം നിൽക്കുന്ന ആശയങ്ങളാണ് ലോകത്തെ പഠിപ്പിച്ചത്. നമുക്ക് നല്ലത് ചിന്തിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.